എ പത്മകുമാറിനെതിരായ സസ്പെൻഷനിൽ CPIM ജില്ലാ കമ്മിറ്റിയിൽ വ്യത്യസ്ത അഭിപ്രായം. പത്മകുമാറിനെ പുറത്താക്കണമെന്ന് ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സസ്പെൻഷൻ നടപടി മാത്രമെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നുവെന്ന് നേതാക്കൾ പറയുന്നു. ജില്ലയിലെ പാർട്ടി സെക്രട്ടേറിയറ്റിലും അംഗങ്ങൾ എതിർപ്പോടെയാണ് ഈ തീരുമാനത്തെ അംഗീകരിച്ചത്. പാർട്ടിയുടെ അന്തകൻ പത്മകുമാർ ആണ് എന്ന വിമർശനം കൂടിയൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. ശ്രീരാജ്, ഈ പാർട്ടി നടപടി, അതായത് തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ പത്മകുമാറിനെതിരായ പാർട്ടി നടപടി വൈകുന്നു എന്ന് ആരോപിച്ചതായിരുന്നു. പലവട്ടം പാർട്ടി സെക്രട്ടറിക്ക് എതിരെ പോലും അദ്ദേഹത്തെ പോലും ചോദ്യമുനയിൽ നിർത്തിയ കാര്യമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ, സ്വർണ്ണക്കൊള്ള കേസിൽ ഇത്രയും നാൾ ജയിലിൽ കിടന്ന ഒരാളെ ഇപ്പോഴും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നു എന്നുള്ളത്. ജില്ലയിൽ നിന്നും നേതാക്കളൊക്കെ ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. അതിനുശേഷം ഇന്നലെ ചേർന്ന യോഗം വളരെ നിർണായകമായിരുന്നു. അതിൽ പത്മകുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷയാണ്. പക്ഷേ ഈ പാർട്ടിക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടെന്നും ആ ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു അംഗത്തിനെതിരെ നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇത് പ്രാഥമികമായൊരു നടപടി മാത്രമാണ് എന്നും പറഞ്ഞ് പ്രതിരോധിക്കാനാണ് ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കളും ജില്ലാ സെക്രട്ടറി അടക്കവും അതേപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമൊക്കെ ഇന്നലെ പ്രതികരിച്ചത്. എന്താണ് പാർട്ടിക്കുള്ളിൽ ജില്ലയിൽ നിന്നുള്ള മറ്റംഗങ്ങളുടെ അഭിപ്രായം? വീണ്ടും ഒരു വാദപ്രതിവാദങ്ങളിലേക്ക് ഈ വിഷയം പോവുകയാണോ? ജില്ലയിലെ പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണോ പത്മകുമാർ? സേതു, എന്തായാലും വാദപ്രതിവാദങ്ങളിലേക്കൊന്നും കടക്കില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് എ പത്മകുമാറിനെതിരെ ഉണ്ടായത്. നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു പത്മകുമാർ എന്നായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉയർത്തിയ വിമർശനം. അത് പലതവണ പല ഘട്ടങ്ങളിലായി. അത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ടത് മാത്രമല്ല, അതിനു മുൻപ് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും പരസ്യമായി ഫേസ്ബുക്ക് ലൈവ് ഇട്ടതും അടക്കമുള്ള കാര്യങ്ങൾ, ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടുണ്ട്. അങ്ങനെ നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എ പത്മകുമാർ എന്ന വിമർശനമാണ് പ്രധാനമായും കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ ഉന്നയിച്ചത്. പാർട്ടിയുടെ ജില്ലയിലെ അന്തകനാണ് എ പത്മകുമാർ എന്ന തരത്തിലുള്ള അതിരൂക്ഷ വിമർശനവും ചില അംഗങ്ങൾ ഉയർത്തി. പക്ഷേ ഈ തീരുമാനം, ജില്ലാ സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനം, സസ്പെൻഷൻ നടപടി മതി തൽക്കാലം എന്ന തീരുമാനം ചില അംഗങ്ങൾ എതിർത്തു. പിന്നീടാണ് ഇത്തരത്തിൽ SIT കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ അതിൽ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ, എ പത്മകുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ കടുത്ത നടപടിയിലേക്ക്, അതായത് സസ്പെൻഷൻ അപ്പുറത്തേക്ക് പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ആ തീരുമാനം ഏകകണ്ഠേന ജില്ലാ കമ്മിറ്റിയിൽ അത് അംഗീകരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിക്ക് തൊട്ട് മുൻപ് സെക്രട്ടേറിയറ്റ് കൂടി ഈ തീരുമാനം ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ പോലും അതിൽ ചില അംഗങ്ങൾ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇത് ഇങ്ങനെ ഒരു സസ്പെൻഷൻ നടപടിയാണെങ്കിൽ അത് വളരെ നേരത്തെയാകാമായിരുന്നു. ഇത്രയും താമസിച്ച് ഇത്രയും വിമർശനവും എല്ലാം ഉയർന്ന ഘട്ടത്തിൽ സസ്പെൻഷൻ നടപടി കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന അഭിപ്രായം അവിടെയും ഉയർന്നു. ഇത്തരത്തിൽ കൂടുതൽ നടപടിയില്ലാതെ അല്ലെങ്കിൽ കടുത്ത നടപടിയില്ലാതെ മുന്നോട്ട് പോകാനേ കഴിയില്ല എന്ന തരത്തിലായിരുന്നു ചില അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. പക്ഷേ പൊതുവിലെടുത്ത തീരുമാനം, സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ തീരുമാനം അവർ ഈ എതിർപ്പോടെ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. അത്തരത്തിൽ രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എ പത്മകുമാറിനെതിരെ ഉണ്ടായി. നടപടി കുറഞ്ഞു പോയി എന്ന് അടക്കം ഒരു വിഭാഗം അംഗങ്ങൾക്ക്, ഒരു വിഭാഗം നേതാക്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായം സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കാൻ ഉള്ള ഒരു തീരുമാനമാണ് എന്ന അടക്കമുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എടുത്ത സസ്പെൻഷൻ നടപടിയിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇപ്പോഴും അമർഷമുണ്ട്. അത് ആ തീരുമാനം കുറഞ്ഞുപോയി, അത് വളരെ നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അംഗീകരിക്കാമായിരുന്നു എന്ന നിലപാടാണ്. തീർച്ചയായും ശ്രീരാജ്, അതിപ്പം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സസ്പെൻഷൻ ആണെങ്കിൽ അത് നേരത്തെ ആകാമല്ലോ, അതിനു വേണ്ടി ഇത്രയും സമയം എന്തിനെടുത്തു എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് നേതാക്കളുടെ ഈ തരത്തിലുള്ള വിശദീകരണങ്ങൾ വരുന്നത്.